പ്രൈസ് ലോർഡ്. ഒരു വിശ്വാസി കർത്താവിനെ അറിഞ്ഞ് തുടങ്ങുന്ന സമയം, കർത്താവിനെ അറിഞ്ഞ് തുടങ്ങുന്ന സമയം അവൻ വേറെ ഒരു കാര്യത്തിലേക്ക് അതുവരെ ഓടിക്കൊണ്ടിരുന്ന ആ ലൈൻ വിട്ട് വേറെ ഒരു ട്രാക്കിലേക്ക് വീഴുകയാണ്. ക്രിസ്തുവിന്റെ ജ്ഞാനം അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സംതൃപ്തി നൽകുന്നതാണ്, കൂടുതൽ അന്വേഷിക്കാൻ, ആ ജ്ഞാനത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിന്റെ ഓട്ടമാണ്. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്ന് പലപ്പോഴും ആൾക്കാരിൽ കാണാൻ കഴിയാത്തൊരു കാര്യം ഈ ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ആ ക്രിസ്തീയ പക്വത എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ വചനത്തിന്റെ വലിയ മർമ്മങ്ങളെ അറിയാവുന്ന ആൾക്കാരായാലും ഡോക്ടറിനും തിയോളജിയൊക്കെ അറിയാവുന്ന ആൾക്കാരായാലും നമ്മൾ വളരെ അപക്വമായി പെരുമാറുകയും സംസാരിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ വലിയ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ് ഉള്ളവരാണെന്ന് പറഞ്ഞിട്ടും അവരും ആ ക്രിസ്തീയ ജീവിതം വളരെ അപക്വമായി പരിജ്ഞാനമില്ലാതെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ആ ഒരു പരിജ്ഞാനത്തോടെ നമുക്ക് പോകാൻ കഴിയുന്നത്? 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറ് ആകട്ടെ. 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്തിലും വീര്യത്തിലും, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്ന അർത്ഥ രീതിയിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ആയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ ഈ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ആയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ത്രൂ ദ നോളജ് ഓഫ് ഹിം ഹു കോൾഡ് അസ്. നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിലൂടെ, ത്രൂ ദ നോളജ്, പരിജ്ഞാനത്തിലൂടെ ജീവനും ഭക്തിക്കുമായതൊക്കെയും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു വിശ്വാസിക്ക് ജീവിക്കാനും ക്രിസ്തുവിന്റെ ജീവൻ, ആ ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് അവന് പരിജ്ഞാനത്തിലൂടെയാണ് അറിയാൻ കഴിയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ എല്ലാ ശക്തിയും ദിവ്യശക്തിയും ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം പരിജ്ഞാനത്തിലൂടെ അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം ഈ ദൈവത്തിന്റെ പരിജ്ഞാനമാണ്. അറിയേണ്ടതല്ല, അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം പരിജ്ഞാനമാണ്. ഈ ദൈവിക പരിജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ഈ ദിവ്യ ശക്തിയിലേക്കും ഈ ദൈവിക സ്വഭാവമുള്ളവരായും തീരുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഒരു വിശ്വാസി അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനുള്ള ഒരു ഓട്ടം. എബ്രായ ലേഖനം അതാ പറയുന്നത്. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായ സമൂഹം അവർ പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിന്ന് തിരിഞ്ഞ് ആ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോയി. ഫൗണ്ടേഷൻസിലേക്ക്, ഡോക്ട്രിൻസ്, ഫൗണ്ടേഷൻസ്, തിയോളജിയിലേക്ക് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവർ ഉപദേശകന്മാരായിരിക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ അവർക്ക് ഉപദേശിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവർ ഇപ്പോഴും ആ ഫൗണ്ടേഷനിൽ നിൽക്കുകയാണ്. ആ ഫൗണ്ടേഷനിൽ നിന്ന് അപ്പുറമായ പരിജ്ഞാനത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല. അതിന്റെ അവസ്ഥയുണ്ട്, അത് പറയാം. അതിനെന്താണ് അവിടെ സംഭവിച്ചു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കാണാം. അതിനു മുമ്പ് 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വാക്യമായിരുന്നു. എന്താണ് ഈ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നുള്ളത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വാക്യം തന്നെ ആയിരുന്നു കോട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലേ, ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത്. അപ്പം ദൈവ തേജസ്, പരിജ്ഞാനം, ഇത് 2 സെപ്പറേറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ തേജസ്, ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രേസ്, ഗ്ലോറി നിറയപ്പെടുന്നത് അതൊരു പരിജ്ഞാനമായിട്ടാണ് നമുക്ക് വെളിപ്പെടുന്നത്. അവിടെ ഇതാണ് ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഒരാൾക്ക്, നമുക്കറിയാം മോശയുടെ മുഖത്തുണ്ടായിരുന്ന ദൈവത്തിനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തുള്ള തേജസ് കാരണം ഇസ്രായേൽ ജനങ്ങൾക്ക് അവന്റെ മുഖത്തോട്ട് നോക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേജസ് ഒരു പരിജ്ഞാനമായി വിളങ്ങേണ്ടത്, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ് നമ്മളിൽ പരിജ്ഞാനമായി വിളങ്ങേണ്ടത്. മോശയുടെ മുഖത്തുണ്ടായിരുന്ന തേജസ് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങി വന്നു. അതിനേക്കാൾ പഴയതിന്റെ തേജസ്സാണ് പുതിയതിൻ്റെതെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഈ പുതിയ തേജസ് അപ്പം നമ്മൾ ഭയങ്കര ലൈറ്റ് ഉള്ളവരായി മാറുമോ? മുഖത്ത് ആർക്കും കാണാൻ പറ്റാത്ത വിധം, ആർക്കും നോക്കാൻ പറ്റാത്ത വിധം ഭയങ്കര ലൈറ്റ് ഉള്ളവരായി മാറും. അങ്ങനെ ലൈറ്റ് ഉള്ള ഒരു വിശ്വാസിയും ലോകത്ത് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ലൈറ്റ് അല്ല അവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ പരിജ്ഞാനത്തിന്റെ നിറവ് ഏത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനം മുഖത്ത്
നമ്മളിൽ വിളങ്ങേണ്ടതിന്, നമ്മളിൽ വരേണ്ടതിന്, ക്രിസ്തുവിന്റെ മുഖത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം. അപ്പൊ ഈ പരിജ്ഞാനം നമ്മളിൽ വിളങ്ങേണ്ടതിനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസി ഓടിക്കൊണ്ടിരിക്കുന്നത്, പത്രോസ് പറയുന്നതും പൗലോസ് പറയുന്നതും ഒരേ കാര്യമാണ്. ഈ തേജസ്സിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പരിജ്ഞാനത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കിയ ഒരു ഒരു ക്രിസ്തുവിയ വിശ്വാസി ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജ്ഞാനത്തിൽ നിന്നും ഉയരത്തിലേക്കാണ് വരുന്നത്. ഞാൻ പലപ്പോഴും വളരെ സാധാരണപ്പെട്ട ആൾക്കാർ, ഞാൻ ആദ്യം വിശ്വാസത്തിലേക്ക് വന്നു, വളരെ സാധാരണപ്പെട്ട വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാര്, വിവരമില്ല എന്ന് ഞാൻ പറയുന്നത് വലിയ ലോകത്തിന്റെ തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളില്ലാത്ത ആൾക്കാര് അവര് വിശ്വാസത്തിലൊക്കെ വന്ന് കർത്താവിനോട്ടുള്ള കൂട്ടായ്മക്ക് ശേഷം അവരുടെ ഉള്ളിൽ ഭയങ്കര ജ്ഞാനം വെളിപ്പെടുന്ന നമുക്കാണ്. ഭയങ്കര എന്തോ ഒരു വ്യത്യസ്ത, ആ മനുഷ്യന്റെ അതേവരെയുള്ള ജീവിതമൊന്നും അല്ല അപ്പോൾ. ആ മനുഷ്യൻ ഇപ്പൊ എന്തോ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലാണ് സംസാരിക്കുക, ഇടപെടുകയും ചെയ്യുന്നത്. ഉദാഹരണം എന്നെ തന്നെ, ഞാൻ ഹയർ ലെവലിലൊന്നും സംസാരിക്കുന്ന വ്യക്തിയെ പോലെ അല്ല അല്ലെങ്കിലും ഞാൻ കർത്താവിനെ അറിഞ്ഞ് ജ്ഞാനം പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തെ പറ്റിയുള്ള ജ്ഞാനം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന ജ്ഞാനം, ദൈവീക ജ്ഞാനം. അത് ഞാൻ എന്നെ പറ്റി ഉദാഹരണം പറയുമ്പോൾ ഞാൻ വലിയ ജ്ഞാനമുള്ള ഒരാളാണെന്നല്ല, പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം എന്നെ ഭയങ്കര അതിശയിപ്പിച്ചിട്ടുണ്ട്. എന്റെ കാര്യം പോട്ടെ, വേറെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ വളരെ അതിശയിച്ചിട്ടുണ്ട്. ഈ വ്യക്തികൾ ഇവർക്ക് എങ്ങനെ ഇത്രയും ജ്ഞാനം കിട്ടി എന്നുള്ളത്. അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇപ്പൊ പത്രോസിനെ നോക്കിക്കഴിഞ്ഞാൽ പത്രോസിന് എങ്ങനെ ഈ ജ്ഞാനം കിട്ടി? പത്രോസ് ഇത് പറയാണ്, പത്രോസിന് എങ്ങനെ കിട്ടി പത്രോസിന്? കാരണം പത്രോസിനെ അറിയാം എങ്ങോട്ടാ താൻ ഓടുന്നതെന്ന്. അതാ പത്രോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പരിജ്ഞാനത്തിലേക്കാ താൻ ഓടുന്നതെന്ന്. മൂലപദാർത്ഥങ്ങൾ കത്തി എരിയും ഈ പത്രോസ് അല്ലേ പറഞ്ഞത്. എങ്ങനെ ഈ പത്രോസിന് പറയാൻ കഴിഞ്ഞു ഇതൊക്കെ? സയൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഒരു ലോകത്തിന്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത പത്രോസ് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? ഞാൻ അതാണ് നിങ്ങളോട് മുമ്പ് പറഞ്ഞത്. ഈ പരിജ്ഞാനം എങ്ങനെ കണക്ട് ചെയ്യുന്നു? ലോകത്തിന്റെ ജ്ഞാനത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന രീതിയിലേക്ക്, എന്റിലേക്ക് വിശ്വാസത്താലുള്ള ജ്ഞാനം അങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്. അവിടെ ആ ഒരു ലെൻസിൽ നിന്ന് നോക്കുമ്പോൾ, ആ പരിജ്ഞാനത്തിൽ നിന്ന് നോക്കുമ്പോൾ സകലതും മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന്റെ റൂട്ട് എവിടുന്നാണ്? ഒരു പുസ്തകത്തിൽ നിന്നല്ല, സകലത്തിന്റെ ഉറവിടമായ കർത്താവിൽ നിന്നാണ്. ആ മനുഷ്യൻ വെളിപ്പെട്ട് കിട്ടുന്നത് ജ്ഞാനം, ആ മനുഷ്യന്റെ സോഴ്സ്, ആ മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഉടയവനിൽ നിന്നാണ്. അതുകൊണ്ട് ആ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും, സകലതും വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ ദൈവിക ജ്ഞാനം ഒരു വ്യക്തിക്ക് ലോകത്തെ പറ്റിയും സർവ്വതിനെയും പറ്റിയും ഒരു നല്ല കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സർവ്വതിനെ പറ്റിയും ഹയർ ലെവലിലുള്ള ഒരു ജ്ഞാനം എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അതല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? ഈ ക്രിസ്തുവിന്റെ മുഖത്തിൽ ഉണ്ടായിരുന്ന തേജസ്സിന്റെ പരിജ്ഞാനം നമ്മളിൽ വിളങ്ങേണ്ടതിന്, ഈ പരിജ്ഞാനത്തിലേക്കാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിജ്ഞാനം എന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ, കുറച്ച് പരിജ്ഞാനമൊക്കെ ബ്രദർ വേണം, ബ്രദറെ ആരാധിക്കുമ്പോഴൊക്കെ കുറച്ച് പരിജ്ഞാനത്തോടൊക്കെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പരിജ്ഞാനത്തോടൊക്കെ ഇടപെടണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വളരെ മാനുഷികമായ പരിജ്ഞാനമാണ്. പലരും പറയുന്ന പരിജ്ഞാനം ഈ മാനുഷികമായ പരിജ്ഞാനമാണ്. അതിന് പറയുന്ന ഡിപ്ലോമസി, നയതന്ത്രം. ഈ നയതന്ത്രമാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ചുറ്റും മിക്കവാറും കാണുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമില്ലാതെ കോംപ്രമൈസ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോകുന്നതാണ് മിക്കവാറും ആൾക്കാർ ഉദ്ദേശിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒക്കെ കിട്ടിയ ജ്ഞാനമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മിക്കവാറും കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിക്കവാറും അവർ പോയി ഈ കൗൺസിലിംഗ് പ്രൊഫഷണൽ ആയിട്ടൊക്കെ പഠിച്ചിട്ട്, ക്രിസ്തീയ കൗൺസിലിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആണെങ്കിൽ വളരെ നീഡായിട്ട് വേണ്ടത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൗൺസിലിംഗിനും ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരിലും വേണ്ടത് ദൈവത്തിന്റെ പരിജ്ഞാനമാണ്. തക്ക സമയത്തുള്ള ദൈവത്തിന്റെ പരിജ്ഞാനമാണ്. ദൈവത്തിന്റെ പരിജ്ഞാനം ഇല്ലാതെ പല കാര്യങ്ങളും പുസ്തകങ്ങൾ പഠിച്ചും അല്ലെങ്കിൽ മറ്റൊന്നും ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം നമ്മൾ ക്രിസ്തുവിന്റെ ലെൻസിൽ നിന്ന്, പരിജ്ഞാനത്തിന്റെ ലെൻസിൽ നിന്ന് നോക്കുമ്പോഴേ ഈ പഠിച്ചതൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. യഥാർത്ഥമായി ഇത് എവിടെയൊക്കെ പ്രയോഗിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം തോന്നിയതുപോലെ ഉപയോഗിച്ച് എല്ലാം നശിച്ചു പോയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ക്രിസ്തീയ പരിജ്ഞാനത്തിന്റെ കുറവുകൾ, അല്ലെങ്കിൽ കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ കുറവുകൾ നമ്മുടെ സഭയിലും വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ പരിജ്ഞാനം എന്ന് പലരും പറഞ്ഞ് ഉപയോഗിക്കുന്നില്ല അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളും ദൈവം നേരത്തെ ഏതൊരു സമയത്ത് നടത്തിയ കാര്യങ്ങളുമായിരിക്കും. അതായത് പണ്ട് കർത്താവ് ഒരു സാഹചര്യത്തിൽ നടത്തിയ കാര്യത്തിന്റെ പരിജ്ഞാനം അത് തന്നെ ആയിരിക്കണമെന്നില്ല. ദൈവം അതേ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു സമയത്ത് കൊണ്ടുവരുമ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റിപ്പീറ്റേഷൻ, ഞാൻ പറയുന്നത് ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്.
ഒന്ന്, അവരുടെ ബുദ്ധിയിൽ തന്നെ തോന്നുന്ന കാര്യം. രണ്ട്, പണ്ട് എപ്പോഴോ ദൈവം നടത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അതേ കാര്യം തന്നെ അതേ രീതിയിൽ തന്നെ അവരുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും. മൂന്ന്, ആൾക്കാരോടൊക്കെ ചോദിക്കും, ദേവദാസന്മാരോടോ അല്ലെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരോടോ ഒക്കെ ഈ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള പരിജ്ഞാനം നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ മനുഷ്യരോട് അവരെ നടത്തുന്ന രീതിയിൽ, അവരുടെ ചർച്ച നടത്തുന്ന രീതിക്കുള്ള പരിജ്ഞാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അവർക്ക് കിട്ടിയതാണ്. നമുക്കത് ചിലപ്പോൾ റോങ് ആയിരിക്കും. നമുക്ക് ദൈവം അതായിരിക്കത്തില്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, ദൈവവചനം വായിച്ചിട്ട് വചനത്തിൽ നിന്നുള്ള പരിജ്ഞാനം, ആ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ബ്രദറെ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. ഈ വചനം തന്നെ ദൈവ പരിജ്ഞാനം ഇല്ലാതെ ഉപയോഗിച്ചത് കൊണ്ടാണ് യഹൂദന്മാർ മുഴുവനും തെറ്റിപ്പോയത്. യഹൂദന്മാർ ദൈവത്തിന്റെ വചനം, ന്യായപ്രമാണം അവർ പരിജ്ഞാനത്തിലല്ലാതെ എരിവ് കൊണ്ടു, അല്ലെ? ദൈവത്തിന്റെ വചനത്തിനെ സംബന്ധിച്ചും പല ആൾക്കാർക്കും ഈ പരിജ്ഞാനത്തിലല്ലാത്ത എരിവ് അവരെ വളരെ കുഴിയിൽ ചെന്ന് ചാടിക്കുന്നുണ്ട്. അത് ഉദാഹരണം, ഈ കഷ്ടം അനുഭവിക്കുക അല്ലെങ്കിൽ സമ്പത്ത് നേടുക, ഇത് രണ്ടും ഇന്ന് കാണുന്ന കഷ്ടവും അനുഗ്രഹങ്ങളും പ്രശ്നങ്ങളും. ചില ആൾക്കാർ പ്രശ്നങ്ങൾ ദൈവം തന്നിരിക്കും. ഒരു ബ്രദറിന് അവരുടെ ജീവിതത്തിൽ രോഗങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ കഷ്ടങ്ങളും ഒക്കെ വന്നു. അപ്പൊ അതിലൂടെ അവർ ദൈവകൃപ അനുഭവിക്കുന്നുണ്ട്. വേറെ ഒരാള് ദൈവം തരുന്ന നല്ല ദാനങ്ങളിലൂടെ ദൈവകൃപ അനുഭവിക്കുന്നു. ഇത് രണ്ടും ജീവിതകാലം മുഴുവനും അവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു. ദൈവത്തിന്റെ കൃപ ദൈവം വ്യത്യസ്ത രീതികളിലൂടെയാണ് തരുന്നത്. അത് ഒരിക്കലും കഷ്ടങ്ങളിലൂടെ തന്നെ ദൈവം അവസാനം വരെയും ദൈവകൃപ എന്താണെന്ന് കാണിച്ചു തരികയും ദൈവത്തിന്റെ പരിജ്ഞാനം കാണിച്ചു തരികയും വേണമെന്നില്ല. അനുഗ്രഹങ്ങളിലൂടെ തന്നെ മാത്രം. ഇത് ആൾക്കാർ എന്ത് ചെയ്യും? അനുഗ്രഹത്തിന്റെ കൂടെ പോയി ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ കൃപയും മനസ്സിലാക്കി അപ്പൊ ഈ ജീവിതകാലം മുഴുവൻ പിന്നെ അനുഗ്രഹങ്ങളുടെ പറയാം. അനുഗ്രഹം ഉണ്ടെങ്കിലേ ഉള്ളെല്ലാം എന്നും പറഞ്ഞ അനുഗ്രഹങ്ങൾ പറയും. ചില ആൾക്കാർ കഷ്ടം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ പരിജ്ഞാനം, അവർ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലല്ലായിരിക്കും എരിവുകൊള്ളുന്നത്, ആ കഷ്ടത്തിൽ അങ്ങ് എരിവുകൊള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? കഷ്ടം വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിജ്ഞാനം വിട്ടുപോയെന്നുള്ളതാണ് അവരുടെ തോന്നല്. അതുകൊണ്ട് അവർ അവസാനം വരെ കഷ്ടം അനുഭവിക്കും. എന്നിട്ട് വെറുതെ ഇരിക്കുന്നവരുടെ അടുത്തും പറയും കുറച്ച് കഷ്ടം അനുഭവിക്കാൻ പറയും, എന്നാലേ ഈ കൃപ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് വലിയ പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല പ്രശ്നമുണ്ട്. കാരണം ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവം തന്നിരിക്കുന്നത് ഒരു പ്രത്യേക മാർഗത്തിലൂടെ മാത്രമേ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. അത് ദൈവം ആ ഓരോ സാഹചര്യങ്ങളിലൂടെയും എന്താണോ ദൈവം അനുവദിക്കുന്നത് അത് ആ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാ ചെയ്യുന്നത്. ആ ഒരു ടൈമിലാണ് അയാൾക്ക് അതിനെപ്പറ്റിയുള്ള നോളജ്, ദൈവം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് ദൈവം ഇത് ഇടപെടുന്നത്, എന്താണ് ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനത് തന്നിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൽ നിന്ന് തന്നെ ചോദിക്കണം. ആത്മാവിനാൽ തന്നെ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവത്തിന്റെ ഇങ്ങനെയാണ് പരിജ്ഞാനത്തിന്റെ ഓട്ടം നടക്കുന്നത്. നമ്മളുടെ ദൈവം അനുവദിക്കുന്ന ഓരോ സാഹചര്യത്തിലും നമ്മൾ ഈ പരിജ്ഞാനം അന്വേഷിക്കണം. അന്വേഷിച്ചില്ല എങ്കിൽ അപകടം എന്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതേലും ഒരാളെ നടത്തുന്നതിനനുസരിച്ചായിരിക്കും നമ്മളും പോകുന്നത്. അയാളെ നടത്തുന്നു, ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ് എല്ലാം നടക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ കഷ്ടം മാത്രമായിരുന്നു അദ്ദേഹം ദൈവത്തെ അറിയുന്ന പരിജ്ഞാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം സഭയിലും അത് തന്നെ ടീച്ച് ചെയ്തു. സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീച്ചിങ് ഇൻഫ്ലുവൻസ് ചെയ്ത് അനേകർ ഈ കഷ്ടതയ്ക്ക് ഭയങ്കര എരിവ് കൊള്ളുന്നവരായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലല്ല അവർ എരിവ് കൊണ്ടത്, കഷ്ടതയിലാണ് അവർ എരിവ് കൊണ്ടത്. യഹൂദന്മാർക്ക് എന്താ സംഭവിച്ചു? അവർ ദൈവം കൊടുത്ത് ന്യായപ്രമാണത്തിലല്ലേ അവർ എരിവ് കൊണ്ടത്. അവരെന്താ ചെയ്തേ? അവർക്ക് ഒരു പ്രശ്നമില്ല. അവർ ദൈവം കൊടുത്ത ന്യായപ്രമാണം തന്നെയാണ് അവർ എരിവ് കൊണ്ടത്. പക്ഷെ അവരുടെ എരിവ് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ ഈ ഓരോ ദിവസവും, അതായത് ദൈവം എങ്ങനെ തങ്ങളെ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നിലുള്ളത് അവർ ആ കിട്ടിയ ന്യായപ്രമാണത്തിൽ രസിച്ച് അതിന്റെ ആ വചനത്തിന്റെ എരിവ് കൊടുക്കുന്ന ആ ഒരു പരിജ്ഞാന എരിവ്, ദൈവത്തിനെ അന്വേഷിക്കാത്ത എരിവ്, ദൈവത്തിനെ അന്വേഷിക്കാത്തതും ദൈവത്തിന്റെ വില്ലന്വേഷിക്കാത്തതും ഓരോ നിമിഷം ദൈവത്തിലേക്ക് കൊണ്ടുപോകാത്തതും എല്ലാം പരിജ്ഞാനമല്ല. ആത്മാവിന്റെ ചിന്ത അന്വേഷിക്കാത്തതും ഒന്നും പരിജ്ഞാനമല്ല. ഇതെല്ലാം പരിജ്ഞാനത്തിലല്ലാത്ത എരിവുകളാണ്. ആത്മാവിലേക്ക് ആശ്രയിപ്പിക്കാത്തത്. ദൈവത്തിൽ നിന്ന് നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും കേൾക്കുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് ബൈബിൾ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ചില ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കുകയും തിയോളജി മനസ്സിലാക്കിയും ഡോക്ടറിൻസ് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം അന്വേഷിക്കും, പ്രസംഗം കേൾക്കും. ഇതൊന്നും നിങ്ങൾക്ക് എന്താ പറയുന്നത്, ജ്ഞാനം തരുന്നില്ല. ആർക്കും നിങ്ങളെ ഈ പരിജ്ഞാനത്തിന്റെ ഉപദേശിക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കാൻ ദൈവത്തിലേക്ക് ആശ്രയിക്കും എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ആരും ഉപദേശകന്മാരായിരിക്കേണ്ടതില്ല, അല്ലെ? ആരും ഉപദേശിച്ച് തരേണ്ടതായിട്ടില്ല. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ അഭിഷേകം എന്തിനാ ഇരിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ കഷ്ടതയില് നമ്മൾ എന്തിനാ വേറൊരാളോട് ദൈവത്തിന്റെ ആത്മാവ് വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നേ? ഇത് ഉപയോഗമില്ലാതിരിക്കുകയല്ലേ ചെയ്യുന്നേ? അങ്ങനെ നമ്മൾ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് എന്ത് ചെയ്യും? ഓട്ടം സംബന്ധിച്ച് ഓട്ടം നിന്നു പോകും നമ്മുടെ. കാരണം എനിക്ക് വേറൊരാൾ ഓട്ടം നോക്കി ഓടാനാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായ ഒരു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ചുള്ള ഓട്ടം, ആ ഓട്ടം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വളരെ ന്യൂട്രലായിരിക്കുക, നിർമ്മലരായിരിക്കുക, ചാർജ് ഇല്ലാതിരിക്കുക. ഒരു ആളുടെയും ജ്ഞാനം നമ്മളെ അയാളെ നടത്തുന്ന വഴികളല്ല എന്നെ നടത്തുന്നത്. അതുകൊണ്ട് അതെന്നെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെയാണ് ഈ
പലപ്പോഴും ഈ അനുകരണം വരുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ വളരെ ഇൻമെച്യൂർഡ് ആയി പലപ്പോഴും പോകുന്നത്. വളരെ ഇൻമെച്യൂർഡ് ആയിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. മിക്കവാറും ആൾക്കാർ ഒരു തീരുമാനം ആൾക്കാരുടെ മറ്റൊരാളുടെ ലൈഫിൽ എടുത്ത് അവരുടെ ജീവിതവും കുളമാക്കി അവരെയും ഭയങ്കര ആക്കി അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് അവസാനം പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന്റെ കാരണം ഈ ഇമ്മെച്യൂരിറ്റിയാണ്. അത് ഒരു സഭയ്ക്ക് ദൈവം നടത്തുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഈ സഭയിലെ കാര്യം, ഈ സഭയെ ദൈവം പരിജ്ഞാനത്തിന് നടത്തുന്ന ഒരു രീതിയുണ്ട്. അത് ഇവിടുത്തെ ശുശ്രൂഷന്മാരിലൂടെയാണ് ദൈവം നടത്തുന്നത്. നമ്മൾ എല്ലാവരും ചെന്നിട്ട് വേറെ സഭയെ നടത്തുന്ന ശുശ്രൂഷന്മാരെടുത്ത് എന്നിട്ട് പറയാണ്, നമ്മുടെ സഭയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതിന്റെ പരിജ്ഞാനം എന്താ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നടത്തുന്ന വിധങ്ങൾ അവർ പറഞ്ഞു തരും. ഇത് ഇവിടെ ആപ്ലിക്കബിൾ ആകാൻ നോക്കും, നടക്കത്തില്ല, എന്ത് ചെയ്യും, പൊളിഞ്ഞു പോകും. അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. ആ പ്രശ്നം വരുന്നത് നല്ലത് തന്നെ. ചില ആൾക്കാർ അത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകും. ആ പ്രശ്നം വരുന്നത് തന്നെ. കാരണം ഈ ഏക്കത്തില്ല. ഈ സഭയെ ദൈവം നടത്തുന്നത് ദൈവത്തിന്റെ ഇവിടുത്തെ ആൾക്കാരിലൂടെയാണ് വെളിപ്പെടുന്നത്. ഇവിടുത്തെ സഭയിലെ വ്യക്തികളിലൂടെ, അത് ശുശ്രൂഷന്മാരിലൂടെ തന്നെ ആയിരിക്കണമെന്നില്ല, ഓരോ വ്യക്തികളിലൂടെയും. അല്ലെ, എല്ലാവരും ശുശ്രൂഷന്മാരാണ്, എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷന്മാരാണ്. എല്ലാവരിലൂടെയും ഓരോ വ്യക്തികളിലൂടെ ആയിരിക്കും അത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വേറൊരാളുടേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ കേപ്പബിൾ ആകണം. നമ്മൾ ആ കേപ്പബിൾ ആകാൻ വേണ്ടിയാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ദൈവത്തോട് ചോദിക്കണം, ജ്ഞാനം വാങ്ങണം. ജ്ഞാനത്തിന് കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്നതാണ്. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിന്റെ ഓട്ടം എനിക്ക് വയ്യ ഓടാൻ, എനിക്ക് ഈ സാഹചര്യം ഓടാൻ വയ്യ, ദൈവത്തിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഓടാൻ വയ്യ, എന്തുകൊണ്ട് വേറെ ഓടിയ കുറെ സഹോദരന്മാരുണ്ടല്ലോ അവരോട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടം എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ഈ ഓട്ടം സംബന്ധിച്ച് നമ്മൾ ആ ബോധം അങ്ങ് നഷ്ടപ്പെടും. പരിജ്ഞാനത്തിന്റെ ഓട്ടം സംബന്ധിച്ച് നമ്മുടെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാർക്ക് ഈ പരിജ്ഞാനത്തിനുള്ള ഓട്ടം നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ ദൈവം ഇടപെടണം എന്നുള്ള ജ്ഞാനം ഞാൻ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നുള്ളത് മറന്നുപോകും. അത് പലപ്പോഴും ആൾക്കാർക്ക് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. ഹോശയ അതിന്റെ 4:6 പറയുന്നു. ഹോശയ 4:6 വായിക്കാമോ? പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഇവിടെ വാണിംഗ് ആണ് പറയുന്നത്. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നാ പറയുന്നത്. ഈ പരിജ്ഞാനമില്ലായ്മയാണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വ്യക്തികളെയും വ്യക്തി ജീവിതങ്ങളെയും ചർച്ചിനെയും മുഴുവനും ഒരു ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ പോലെ ആക്കി മാറ്റുന്നത്. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും എന്നാണ് പറയുന്നത്. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട്, അതായത് കർത്താവിന്റെ ജ്ഞാനം അന്വേഷിക്കാതിരിക്കുന്നത് കൊണ്ട് നിന്നെയും ത്യജിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആ പുരോഹിതനെയും ത്യജിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ പരിജ്ഞാനത്താലുള്ള അന്വേഷണം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിനുള്ള അന്വേഷണം ഒരു വിശ്വാസിക്ക് എല്ലാ നിമിഷവും വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എബ്രായ ലേഖനം, ഇനി എങ്ങനെയാണ് നാം ഇതിനെ എന്താണ് നാം അറിയേണ്ടത് ഈ പരിജ്ഞാനത്തെ സംബന്ധിച്ച്, അല്ലെ എങ്ങനെയാണ് നമ്മൾ ഈ പരിജ്ഞാനം പ്രാപിക്കുന്നത്? എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എന്താണ് ഈ പ്രായം? ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ മെച്യൂരിറ്റി. ഈ പ്രായത്തിന്റെ പക്വതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പരിജ്ഞാനത്തിന്റെ പക്വതയിലേക്കാണ് ഓരോ വിശ്വാസിയും പോകുന്നത്. അത് എങ്ങനെ വരുന്നു എന്നാ പറയുന്നത്? അത് കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായിരിക്കും. നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ പറയുന്നത് അകത്ത മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ പറ്റിയാണ് പറയുന്നത്. അകത്ത മനുഷ്യന്റെ ജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത്. അകത്ത മനുഷ്യൻ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത് ഓരോ സാഹചര്യങ്ങളിലും നന്മ ചെയ്ത് തിന്മ ചെയ്തെന്ന് തിരിച്ചറിയാൻ, അത് അകത്ത മനുഷ്യരിലൂടെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് വളരണം. അതൊരു അഭ്യാസത്തിലൂടെയാണ് വരുന്നത്. ഓരോ ദിവസവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അതിനെ നമ്മൾ കേപ്പബിൾ ആക്കുന്നത്. ഒരു പ്രശ്നം വരുന്നു, ഉടനെ അത് നമ്മൾ അഭ്യസിക്കേണ്ട സാഹചര്യമാണ്. നമ്മൾ അവിടെ വിശ്വാസത്താൽ എക്സസൈസ് ചെയ്യപ്പെടണം. ക്രിസ്തുവിന്റെ ജ്ഞാനം നമുക്ക് അവൈലബിൾ ആണ്. ക്രിസ്തുവിന്റെ ജ്ഞാനം ചോദിച്ച് നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ജ്ഞാനം സ്വീകരിച്ച് അവിടെ വർക്ക് ചെയ്യണം. അതിനുവേണ്ടിയാണ് ദൈവം അത് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് പറയാണ്, എന്നെ കൊണ്ട് സാഹചര്യം നമ്മളെ കൊണ്ട് പറ്റുന്നൊന്നുമില്ല, ഇനിയിപ്പോ എറണാകുളം ചർച്ചയിൽ നിന്ന് ആരെങ്കിലും വരണം, എന്നാലേ ഇതൊക്കെ നടക്കുമെന്ന് തോന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാണ്? ഞാൻ പരിജ്ഞാനത്തിന്റെ ഓട്ടം എന്ത് ചെയ്യാണ്? ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, വിളിക്കുന്നതൊക്കെ നല്ലതാണ്, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ വേറൊരാളെ ആശ്രയിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനം. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവില്ലേ? ഉണ്ട്. അപ്പോൾ ഞാൻ അത് ത്യജിച്ച് കളയാം. എന്റെ ഓട്ടം ഞാൻ എന്ത് ചെയ്യാം? മറന്നു കളയാ, ത്യജിക്കുക. പരിജ്ഞാനത്തെ എന്ത് ചെയ്യുക? ത്യജിക്കുക ചെയ്യുന്നത്. കാരണം വളരാൻ ഞാൻ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്കെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം. വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഫ്ലഷിൽ ആരാണ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിലേക്ക് അങ്ങ് പോകും. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ അഭ്യസിക്കാൻ, അതൊരു അഭ്യാസത്തിലൂടെയാണ്, വിശ്വാസത്താലുള്ള ഒരു അഭ്യാസത്തിലൂടെയാണ് നമ്മൾ ആ ഒരു പരിജ്ഞാനത്തിലേക്ക് വളരുന്നത്. പക്ഷേ ആ
പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്ന് അഭ്യസിച്ച് നമുക്ക് വളരെ നോർമൽ ആകുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളരും. അതായത് എന്റെ ലൈഫിലൂടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം മാത്രമാണ് കൂടുതൽ നിൽക്കുന്ന തലത്തിലേക്ക്, ആ ഇന്ദ്രിയങ്ങൾ വളരെ ആക്റ്റീവ് ആകുന്ന തലത്തിലേക്ക്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക്. ആദ്യമേ ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ മസിൽസ് ഒക്കെ അത്ര സ്ട്രോങ് ഒന്നുമില്ല അല്ലെ, പിച്ച വെച്ച് നടന്ന് അവന്റെ അവയവങ്ങളും ശരീരവും ആ നടത്തയിലൊക്കെ ഒരു കാര്യമുണ്ട്, വളർച്ചയ്ക്ക് സ്വാധീനമുണ്ട്. അവൻ നടന്ന് വളർന്ന് പതിയെ പിന്നെയും നടക്കുകയും അല്ലെ, നടക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദിവസം കിടക്കുകയാണ്, ഒരു ദിവസം നടക്കുന്നില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ, മസിൽസ് ഒക്കെ ഭയങ്കര വീക്കായി പോകും. അപ്പോൾ ഈ എഴുന്നേറ്റ് നമ്മൾ ആത്മാവിൽ ഈ അകത്ത മനുഷ്യൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പരിജ്ഞാനം എന്താണ് വളരുന്നത്. അകത്ത മനുഷ്യന് പ്രവർത്തിക്കാനുള്ള ഡീസലാണ് അല്ലെ പെട്രോളാണ് ഈ ക്രിസ്ത്യൻ പരിജ്ഞാനം അല്ലെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അകത്ത മനുഷ്യന് പ്രവർത്തിക്കാനുള്ളതാണ്. അത് പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ ആ ടാങ്ക് വെറുതെ തുരുമ്പെടുത്ത് നശിച്ചു പോകത്തേ ഉള്ളൂ. അത് വർക്ക് ചെയ്യത്തില്ല, ആ വണ്ടി ഓടത്തില്ല, വേറെ ആരെങ്കിലും ഉന്തി തരണോ. ഇല്ല, ചില വണ്ടികളൊക്കെ തെള്ളിക്കൊണ്ട് പോകാൻ കണ്ടിട്ടില്ലേ, ഒരു കാലിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് പെട്രോൾ തീരുമ്പോൾ മറ്റേ വണ്ടി ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരു കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ച് തെള്ളി കൊടുക്കും, അല്ലെ കെട്ടി വലിക്കണം, അല്ലെ മുന്നോട്ട് പോകത്തില്ല. ചത്ത അവസ്ഥയിൽ തന്നെ ആരെയും ഒക്കെ വലിച്ചോണ്ട് പോണേ, ഞങ്ങൾക്ക് ഇതൊന്നും കൊണ്ടു അറിയത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് പരിജ്ഞാനമില്ലായ്മയാണ്, വളരാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പരിജ്ഞാനത്തിൽ സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായി ഓരോ ദിവസവും ഈ വിശ്വാസത്താൽ ഈ പരിജ്ഞാനം അന്വേഷിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ തടിച്ചു പോകും. ഈ എബ്രായ സമൂഹത്തിന് പറ്റിപ്പോയ ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഈ ഡോക്ടറിൻസ് അറിയാം, തിയോളജി അറിയാം, പക്ഷെ പരിജ്ഞാനമില്ല. പരിജ്ഞാനമില്ല. ഈ കാര്യം എങ്ങനെ, ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്, ആ സമയത്ത് ദൈവത്തിനോട് ചോദിക്കാൻ പലപ്പോഴും ആൾക്കാർക്ക് കഴിയുന്നില്ല. ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, അത് ദുഃഖമായിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, എന്ത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, ആ സമയം ദൈവത്തിന്റെ പരിജ്ഞാനം അന്വേഷിക്കാനുള്ള ഒരു അവസരമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് ഓർക്കുകയും അവിടെ റിയലൈസ് ചെയ്യുകയും പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും കർത്താവിനോട് പരിജ്ഞാനം ചോദിക്കുകയും പരിജ്ഞാനം പ്രാപിക്കുകയും അവിടെ അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എരിവുള്ളവരായിരിക്കണം. ആ അന്വേഷണത്തെ സംബന്ധിച്ച് നമ്മൾ എരിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സദൃശ്യവാക്യങ്ങൾ ഈ പരിജ്ഞാനം അന്വേഷിക്കുന്നതിനെ പറ്റി സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത്, സദൃശ്യവാക്യം അതിന്റെ 18-ാം അധ്യായം 15-ാമത്തെ വാക്യം. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. ജ്ഞാനി എന്ന് വചനം പറയുന്ന അവൻ എപ്പോഴും പരിജ്ഞാനം അന്വേഷിക്കുന്നു. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു. അവന്റെ ഹൃദയം എപ്പോഴും ഈ പരിജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം സംബന്ധിച്ചുള്ള അന്വേഷണത്താൽ അവന്റെ ചെവി എപ്പോഴും തുറന്നിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു, പരിജ്ഞാനത്താൽ നിറയപ്പെടുന്നു. നമ്മളെല്ലാം ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഓട്ടം സംബന്ധിച്ച് ഓടുന്നവരാണെങ്കിൽ, കർത്താവിന്റെ പരിജ്ഞാനം സമ്പാദിക്കുന്നവരാണെങ്കിൽ, നമ്മളിൽ കാണുമ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ മുഖത്ത്, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ അതിശയിപ്പിക്കുന്ന തലത്തിൽ ഈ പരിജ്ഞാനം സംബന്ധിച്ച് ഓട്ടം നമ്മളെ ഓരോ ദിവസവും നമ്മളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളവരായി, സമ്പാദിക്കുന്നവരായി മാറ്റും. സദൃശവാക്യങ്ങൾ അതിന്റെ 15-ാം അധ്യായം 14-ാമത്തെ വാക്യം, വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. വിവേകമുള്ളവൻ അവന്റെ ഹൃദയം എപ്പോഴും ഈ പരിജ്ഞാനം അന്വേഷിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യങ്ങളിലൂടെ ഇടപെടുന്ന രീതിയാണ് വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു സാഹചര്യത്തോടെ ഇടപെടുന്ന എങ്ങനെ രീതിയാ? പരിജ്ഞാനം അന്വേഷിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. ഒരു സാഹചര്യം എന്റെ മുന്നിൽ വന്നു, അപ്പോൾ ഞാൻ പരിജ്ഞാനം അന്വേഷിക്കുന്നതിനെയാണ് വിവേകം എന്ന് ബൈബിൾ പറയുന്നത്. അപ്പൊ വിവേകമുള്ളവൻ പരിജ്ഞാനം അന്വേഷിക്കുന്നു. വിവേകമുള്ളവൻ അവന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പരിജ്ഞാനം അന്വേഷിക്കുന്നു. അവൻ അതിന്റെ സമ്പാദ്യം അവൻ ഉണ്ടാകുകയും ചെയ്യും. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 20-15 പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം തന്നെ എന്നാണ് പറയുന്നത്. ഇതെല്ലാം പരിജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത്. പരിജ്ഞാനമുള്ള അധരങ്ങൾ വിലയേറിയ ആഭരണം തന്നെ എന്നാണ്. ക്രിസ്തുവിന്റെ മുഖത്തുണ്ടായിരുന്ന തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സൗരഭ്യവാസന, ആഭരണം. നമ്മളോടൊക്കെ പരിജ്ഞാനം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈർഷ്യയും ദേഷ്യമാണ് വരുന്നത്. അല്ലാതെ അതൊരു ഭയങ്കര അലങ്കാരമായിട്ടൊന്നും തോന്നുന്നില്ല അല്ലെ? ക്രിസ്ത്യൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലങ്കാരമായിരിക്കുന്ന ഒരു വിശ്വാസി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കണമെന്നില്ല. ആൾക്കാർക്ക് ഇടർച്ചയെ ഉണ്ടാകാൻ ഇടയാകും. അത് ഇടർച്ചയെ ഉണ്ടാക്കാം. കാരണം കർത്താവിന്റെ പരിജ്ഞാന ലൈഫ് മറ്റുള്ളവർക്ക്, ഒരു വ്യക്തി ജഡത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ഇടർച്ച ഉണ്ടാക്കാം. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ അതിന്റെ 18-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നത് അത് ഭോഷത്വവും ലജ്ജയുമായിരുന്നു ആയിത്തീരുന്നു. കേൾക്കും മുമ്പേ
ഉത്തരം പറയുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മുൻവിധിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ എന്തേലും ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ പണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടു, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഈ സമയത്ത് ഇങ്ങനെ ഇടപെടാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇടപെടും. അതുകൊണ്ട് ഇവിടെ പറയാം, കേൾക്കും മുമ്പേ ഒന്നും വിധിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ, പ്രശ്നങ്ങൾ സാഹചര്യം വരുമ്പോൾ എന്തായിക്കോട്ടെ, അത് ആദ്യം നമ്മുടെ വിവേകം എന്ന് പറയുന്നത്, വിവേകം എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നടപ്പിന്റെ അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാരുടെ അടിസ്ഥാനത്തിലോ വേറെ ആൾക്കാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ ഒരു കാര്യങ്ങളും എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ, എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം പറയുന്നു, ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ ഒരുത്തന് ജ്ഞാനമില്ല, ആ സാഹചര്യത്തിൽ ഇടപെടാൻ അറിയത്തില്ല, അപ്പോൾ എന്താ ചെയ്യാൻ പറയുന്നത്? ദൈവത്തോട് യാചിക്കാനാ പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഇനി പരിജ്ഞാനം, അയ്യോ ദൈവം ഒരു ജ്ഞാനവും വെളിപ്പെട്ടില്ല, ഇനിയിപ്പോ സമയമൊന്നുമില്ല, പെട്ടെന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളതല്ല. വിശ്വാസത്തോടെ സംശയിക്കാതെ ചോദിക്കുന്നവന് അത് ലഭിക്കും. എന്ത്? ദൈവത്തിന് ജ്ഞാനം ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടലത്തിലേക്ക് സമൻ എന്ന് പറയും. അപ്പോൾ വിശ്വാസത്തോടെ യാചിക്കുന്നവൻ ദൈവത്തിന്റെ ജ്ഞാനം ലഭിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഇരുമനസ്സുള്ളവനായി തീരുന്നു. അവന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ജ്ഞാനവും പല ഒരു സമയത്ത് ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കാൻ കഴിയുന്നില്ല, ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. വളരെ അപ്പൊ നമ്മളെ പലപ്പോഴും ആൾക്കാർക്ക് വളരാൻ കഴിയാത്തത് ഈ വിശ്വാസത്താലുള്ള ജ്ഞാനം ചോദിക്കുന്നതിനുള്ള എക്സസൈസ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? ഇത്രയും ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഇത്രയും കാലഘട്ടം എടുത്തു, വിശ്വാസത്തിൽ വന്ന് ഇത്രയും കാലം എത്രയൊക്കെ തവണ ദൈവത്തോട് ജ്ഞാനം അന്വേഷിച്ചിട്ടുണ്ട്. അതും വിശ്വാസത്താൽ തന്നെ. കർത്താവെ നീ ജീവിക്കും, നിന്റെ ജ്ഞാനം ഇവിടെ ഇടപെടണം എന്ന് വിശ്വാസത്താൽ അന്വേഷിച്ചിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ ജ്ഞാനം എന്ന് കണ്ട. ആ കൗണ്ട് ചെയ്ത അളവ് എത്ര? 3, 2, 1 ഇത്രേ ഉള്ളൂ നമ്മുടെ ജ്ഞാനം നമ്മൾ സമ്പാദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയതല്ല, കേൾവികളിൽ നിന്ന് ഉണ്ടായി വരുന്നതല്ല. പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. അത് വേറൊരാൾക്ക് തരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബാക്കി എല്ലാവർക്കും ഇൻഫർമേഷൻസും എല്ലാം ബുദ്ധിയിൽ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിയും. ഇത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പരിജ്ഞാനമായി വിളങ്ങിയില്ല എങ്കിൽ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. അപ്പൊ ഓരോ സമയവും ആത്മാവിനാൽ ഇത് അന്വേഷിക്കുന്നവരായി, കേൾക്കുന്നവരായി, ഇന്ദ്രിയങ്ങൾ അഭ്യസിക്കുന്നവരായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവിനെ പറ്റി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇത് ഫുള്ള് ഒരു പാക്കേജ് ആയിട്ടാണ്, ജ്ഞാനത്തെ പറ്റി ഒരു പാക്കേജ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനത്തിന്റെയും വിവേകം ജ്ഞാനം. ഒരുത്തൻ ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കുന്നത് തന്നെ ആ ദൈവത്തിൽ നിന്നുള്ള ഒരു വിവേകം തന്നെയാണ്. ആ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ യഹോവ ഭക്തിയുടെയും ആത്മാവും തന്നെ. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളപ്പോഴോ ഇതെല്ലാം നമ്മളിൽ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ ഇരിക്കുന്നു. അതാണ് കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്തിനു വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്നാണ്? എന്തിനു വേണ്ടി ഞാൻ ഇത്ര വലിയ പോരാട്ടം കഴിക്കുന്നു? അവർ ക്രിസ്തുവിന്റെ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം. എന്തിന്റെ സമ്പത്ത്? വിവേകപൂർണത. ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന്റെ മർമ്മത്തിന്റെ വിവേകപൂർണത, സമ്പത്ത് അതുണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ സകല പോരാട്ടവും എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ് പറയുന്നത്, പൗലോസ് പറയുന്നത്. അവരിൽ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ഒരുവന് ബൈബിളിന്റെ ജ്ഞാനം, ബൈബിളിന്റെ തിയോളജി എല്ലാ വശങ്ങളും അറിയാം എന്നിട്ടും, ഉപദേശങ്ങൾ അറിയാമായിട്ടും ഈ പറയുന്ന പരിജ്ഞാനം, വിവേകപൂർണത ഇല്ല എങ്കിൽ ഇതൊന്നും എവിടെ എന്ത് പ്രയോഗിക്കണം, എങ്ങനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നീങ്ങണം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഇത് പ്രയോഗിച്ചില്ല എങ്കിൽ ഇതൊന്നും ദൈവത്തിന് പ്രസാദകരമായി തീരുകയില്ല. അപ്പോൾ ദൈവികമായ വിവേകം, പരിജ്ഞാനം ഇത് ഉപയോഗിക്കുന്നതിനും വേണം. ന്യായപ്രമാണം ഉപയോഗിക്കുന്നതിന് പൗലോസിന് ദൈവത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിരിക്കുന്നു പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടതിനുള്ള പരിജ്ഞാനം കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന് ഈ പരിജ്ഞാനമുണ്ട്, പൗലോസ് ഇത് മറ്റടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ
2:12 മുതലുള്ള വാക്യത്തിൽ, എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കോദോന്യയ്ക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ തീത്തോസിനെ കാണാൻ പൗലോസ് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായിട്ട് ദൈവം അവിടെ ഒരു വഴി തുറന്നു. പക്ഷെ ത്രോവാസിൽ നിൽക്കാതെ അവിടെ തീത്തോസിനെ കാണാനായിട്ട് തിരിച്ചു പോകുന്നതാണ്, മക്കോദോന്യയിലേക്ക് പുറപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നതാണ് ദൈവിക പരിജ്ഞാനം. പക്ഷേ അതല്ല, ഇവിടെ പൗലോസ് ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു ഇവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ജയോത്സവം ദൈവം നമ്മളെ നടത്തുന്നത് അത് ക്രിസ്തുവിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ പ്രാപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒരുവൻ ക്രിസ്തുവിന്റെ ജ്ഞാനം അന്വേഷിക്കുന്നത് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ദിവ്യ സമ്പത്ത്, ഇതാണ് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. ഈ പരിജ്ഞാനമാണ് നമുക്ക് നാളെ തേജസ്സായി വെളിപ്പെടുന്നത്. ഈ കഷ്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനം സമ്പാദിച്ചില്ലെങ്കിൽ ഈ കഷ്ടങ്ങളൊക്കെ വെറുതാവായി പോകുന്നു. ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മൾ സമ്പാദിക്കണം, അല്ലാതെ കൂട്ടുവിശ്വാസിക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനമല്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച്, വിവേകം സംബന്ധിച്ച് സമ്പന്നരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രത്യേകതയെ പറ്റി യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ഈ യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആത്മാവ് ക്രിസ്തുവിനാൽ നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടിരിക്കുന്നത് ഓരോ സാഹചര്യങ്ങളിലും ഏതൊക്കെ രീതിയിൽ ജ്ഞാനത്താൽ പ്രവർത്തിക്കണമെന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യും. 2:6 പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവന്റെ കൂട്ടായ്മയിൽ നടപ്പാനാ പറയുന്നത്. കൈക്കൊണ്ടു, പക്ഷെ കൂട്ടായ്മയില്ല. നമ്മൾ കഴിഞ്ഞ ഈ യേശു ക്രിസ്തു ദൈവത്തോടുള്ള കൂട്ടായ്മയെ പറ്റി നമ്മൾ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞായിരുന്നു, അല്ലെ? കൂട്ടായ്മ, ദൈവത്തോടുള്ള, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. ഓരോ ദിവസവും ഞാൻ ക്രിസ്തുവിനോട് കൂടെ കൂട്ടായ്മ അനുഭവിക്കാനാ പറയുന്നത്. അത് ആ ജ്ഞാനത്തിന്റെ കൂട്ടായ്മ. നമുക്ക് ആ പരിജ്ഞാനം നമ്മൾ വിളങ്ങണമെങ്കിൽ ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകണം. ഓരോ സെക്കൻഡുകളിലും ക്രിസ്തുവിനെ ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു കൂട്ടായ്മ. നമ്മുടെ ക്രിസ്തു ഉണ്ട്, പക്ഷെ അവന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മ അനുഭവിക്കുന്നവരിടയിലേക്ക് ഒരു ലോകത്തിന്റെ ജ്ഞാനത്താലും അവരെ വശീകരിക്കാൻ കഴിയത്തില്ല. ഒരു ഫിലോസഫിയും കൊണ്ട് അവരെ വശീകരിക്കാൻ കഴിയത്തില്ല. എത്ര വലിയ ഏത്തിസ്റ്റ് വന്നാലും, എത്ര വലിയ ലോകത്തിന്റെ ജ്ഞാനം വന്നാലും ക്രിസ്തുവിന്റെ ജ്ഞാനമായിരിക്കും അവരിൽ ഉയർന്നു നിൽക്കുന്നത്. അത് ഈ കൂട്ടായ്മ ഉള്ളവർക്കാണ്. ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് ആ ജ്ഞാനം ഉപയോഗിക്കപ്പെടുവാൻ സാഹചര്യം ഇടയാകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്ക് വളരുന്നത്, ആ പ്രായത്തിന്റെ തികവിലേക്ക് നമ്മൾ വളരുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ പക്വത, അല്ല ജ്ഞാനം, പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ട് ചെയ്യുന്നതിനെയാണ് ബൈബിൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-14 വാക്യം പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് മാത്രം അനുസരിക്കുന്നു, കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നു എന്നാണ്. അതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിന്റെ പരിജ്ഞാനം എങ്ങനെയായിരുന്നു? പിതാവിൽ നിന്ന് കേട്ടത് മാത്രം, തനിക്കുള്ള സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. ഇതേ പൊസിഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതേ പരിജ്ഞാനം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിക്കുന്നതാണ് പരിജ്ഞാനം എന്ന് ബൈബിൾ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും കേൾക്കുന്ന ചെവിയുള്ളവരായി നമ്മൾ മാറുന്നത് അങ്ങനെയാണ്. അങ്ങനെ തഴക്കത്തിൽ അഭ്യാസം പ്രാപിച്ച് നമ്മൾ ക്രിസ്തീയ മെച്യൂരിറ്റി ഉള്ളവരായി, പക്വതയുള്ളവരായി വളർന്നു വരുന്നത് അങ്ങനെയാണ്. ഇന്ന് പലപ്പോഴും സഭയിൽ ഈ പക്വതയുടെയും പരിജ്ഞാനത്തിന്റെ ഓട്ടമൊന്നും ആരും ഓടാതെ എല്ലാവരും ബാലിശമായ കുഞ്ഞുങ്ങളെ പോലെ പാല് കുടിക്കുന്നവരായി, എപ്പോഴും എന്തേലും പ്രശ്നം വന്നാൽ ഓടി കരഞ്ഞ് നിലവിളിച്ച് പാല് കുടിക്കുന്നവരെ പോലെ കിടന്ന് നിലവിളിക്കുന്നവരായി മാറുന്നതാണ് പലപ്പോഴും കഴിയുന്നത്. ഈ പരിജ്ഞാനത്തിന്റെ ലെവലിലേക്ക് ആരും വളരുന്നില്ല. ഈ കരച്ചിലൊക്കെ നമ്മൾ ജീവിതത്തിൽ വരുന്നത് പരിജ്ഞാനം അന്വേഷിക്കേണ്ടതിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിന്റെ പരിജ്ഞാനം, ഇനി ഒരു വേറെ പ്രത്യേകത, ഈ ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവം പറയുന്ന കാര്യങ്ങൾ, ബൈബിൾ പറയുന്ന പരിജ്ഞാനം, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കുന്നതാണ് ബൈബിൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനം അത് എന്തിനായി തീരുന്നു? ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുന്നു. ദൈവത്തിന്റെ പരിജ്ഞാനം ഒരു വ്യക്തിയിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അത് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിജ്ഞാനമാണ് വിശ്വാസിയുടെ ജീവിതത്തിലെ ഓടാനുള്ള ഇന്ധനമെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇന്ധനം ആ ജീവിപ്പിക്കുന്ന ജീവിതം എല്ലാം ആ ഇന്ധനം എന്ത് ചെയ്യുന്ന? ഓടിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇന്ധനം ഓടിപ്പിക്കുന്ന ഓട്ടം മുഴുവനും, പരിജ്ഞാനം ഓടിപ്പിക്കുന്ന ഓട്ടം മുഴുവനും ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ചെന്ന് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പരിജ്ഞാനത്തിലുള്ള ഓട്ടം ഒരാളെ ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ് ചേർക്കപ്പെടുത്തുന്നത്. അത് ദൈവത്തിന്റെ മഹത്വമാണ് ഉണ്ടാകുന്ന ലൈഫ് മുഴുവനും. അതുകൊണ്ട് പക്ഷെ ഒരാള് മനുഷ്യന്റെ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അത് മാനുഷികതയും പൈശാചികവുമാണെന്നാണ് പറയുന്നത്.
യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഭൗമിക പ്രാകൃതവും പൈശാചികവും ആയത്രേ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൂമിയിലുള്ള ജ്ഞാനം ഭൗമികവും പ്രാകൃതവും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബട്ട് ഈസ് എർത്ത്ലി, സെൻഷ്യൽ, ഡെവിളിഷ്. സെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട്, ചെവി കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന ജ്ഞാനം. സെൻഷ്യൽ, ഇന്ദ്രിയങ്ങളുടെ, ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ജ്ഞാനം. അതുകൊണ്ട് ഓരോ മനുഷ്യനും ജ്ഞാനത്തിന് വേണ്ടി ഓരോ ദിവസവും ദൈവത്തിനോട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജ്ഞാനം, നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വിവേകം കൊണ്ട്, നമ്മുടെ ജ്ഞാനം കൊണ്ടും ചെയ്തിട്ടുണ്ട്. അതെല്ലാം മഹത്വത്തെ ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ, ദൈവമഹത്വത്തെ കെടുത്തിയിട്ടേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം വരുന്ന തലത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ മഹത്വം, ആ ജ്ഞാനമാണ് എന്ത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുന്നത്. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 5:12 പറയുന്നത് അതാണ്. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും, അല്ലെ, എന്നും എന്നേക്കും കുഞ്ഞാടിനുള്ളത്, ക്രിസ്തുവിനുള്ളത്. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്, ആ ജ്ഞാനം വരുമ്പോഴാണ് അത് ദൈവത്തിന്റെ മഹത്വമായും നിത്യതയിൽ നമ്മൾ ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ആ അവസരത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായി ഈ പരിജ്ഞാനം ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായിട്ടും ഉണ്ട്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.